ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നതാണ്. ഇത് റെഡ്മി 9 പ്രൈം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നത്, അതും വീട്ടിൽ തന്നെ എങ്ങനെ മാറാമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യം തന്നെ അതെ നമ്മുടെ സിം ട്രേയും മെമ്മറി കാർഡും ഇടുന്ന ട്രേ ഊരി മാറ്റാം. ഓക്കെ. അതിനുശേഷം പുറകിലെ പ്ലാസ്റ്റിക് കവർ അത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നഖം വെച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ടൂൾ വെച്ചിട്ടോ നമുക്കത് ഇളക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ നഖം വെച്ചാണ് ഇളക്കിയെടുക്കുന്നത്. ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് കവർ ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഫോണിൻ്റെ കവർ ഊരിയതിന് ശേഷമുള്ള അകത്തെ കാഴ്ചകൾ. ഇനി താഴത്തെ ഇത്രയും സ്ക്രൂസ് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിച്ചെടുക്കാനായിട്ട് നമുക്കൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് അഴിച്ചെടുക്കാം. മൊബൈൽ അഴിക്കുന്ന ടൂൾസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉള്ള വെച്ചിട്ടാണ് അഴിക്കുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ കുറച്ച് ടൂൾസ് വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ മുകളിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഫോൺ എന്തേ കടയിൽ കൊടുക്കാഞ്ഞത്? കടയിൽ കൊടുക്കാഞ്ഞതോ, ഇത് കൂടുതൽ പൈസ ചിലവാക്കി ഇത് ശരിയാക്കിയിട്ട് അത്ര നല്ല ഉപയോഗമൊന്നുമില്ല. പുതിയ ഫോൺ വാങ്ങിച്ചു. ഇത് കൂട്ടുകാരൻ്റെ മോളെ ഫോണല്ലേ, പ്രദീപേട്ടൻ്റെ മോളെ ഫോണാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് അത് മാത്രം. അതിനു വേണ്ടി ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ഡാറ്റ പുതിയ ഫോണിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് കേടുവന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ പ്രദീപേട്ടൻ്റെ അടുത്ത് നമുക്ക് മാക്സ് ബി എന്നൊരു ഡിസ്പ്ലേ മേടിക്കാം, 700 രൂപയേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചതാണ്. maxb.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ എല്ലാ ഫോണിൻ്റെയും സ്പെയർ പാർട്സുകൾ കിട്ടും, വിലയും കുറവാണ്. നമുക്ക് അതിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ അറിയെങ്കിൽ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതെന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ താഴത്തെ സ്ക്രൂ അഴിച്ചിട്ട് ആ കവർ ഊരിയെടുത്തു. അതിനുശേഷം അത് ക്യാമറേൻ്റെ കവറും ആണ് ഇളക്കുന്നത്. അത് ഇതുപോലെ അതിൻ്റെ കണക്ടർ ഊരി കഴിഞ്ഞാൽ, സ്ക്രൂസും കണക്ടർ ഊരി കഴിഞ്ഞാൽ അത് ഇളകി വരും. ശരി, ഇത് ഡിസ്പ്ലേയുടെ കണക്ടറാണ് ഈ കാണുന്നത്. ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന കണക്ടർ, അത് പതിയെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇളക്കിയെടുക്കാം. ഡിസ്പ്ലേ ഓൾറെഡി പൊട്ടിയത് കൊണ്ട് ഇളകിയിരിക്കുകയാണ്. അപ്പം സൈഡിലൂടെ പതിയെ നഖം കയറ്റിയിട്ട് പൊക്കിയാൽ ഇതുപോലെ പൊങ്ങി വരും. അല്ലാതെ ഇളകാതെയൊക്കെ ഇരിക്കുന്ന പുതിയതൊക്കെയാണ് ചിലപ്പോൾ ഹീറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ഹോട്ട് ഗൺ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ടൊക്കെ ഇളക്കേണ്ടി വരും. പക്ഷെ ഇതിപ്പം കുറച്ച് ഇളകിയിരുന്നത് കൊണ്ട് ഇളക്കാൻ എളുപ്പത്തിൽ ഇളക്കിയെടുക്കും. അതിനുശേഷം അതേപോലെ ഡിസ്പ്ലേ ഊരിയെടുക്കുക. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. മാക്സ് ബിന്ന് ഇങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ വന്നത്. അപ്പം ഏത് ഫോണിന്റെ സ്പെയർ പാർട്സും മാക്സ് ബിയിൽ കിട്ടും. നല്ല പാക്കിംഗ് ആണ് അവരത് അല്ലേ? ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തൊക്കെ വന്ന്. പിന്നെ ക്വാളിറ്റി ഏതാ ക്വാളിറ്റി എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് പിന്നെ അങ്ങനെ നോക്കിയല്ല മേടിച്ചത്. ഏറ്റവും വില കുറഞ്ഞ ഒരു ഡിസ്പ്ലേ മേടിച്ചതാ. ജസ്റ്റ് ഡാറ്റ മാത്രം എടുത്ത്. അതെ, കവർ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ പുറത്തെടുക്കാം. ഇതിപ്പോ നമ്മള് ഇവിടെ കൊടുക്കണ, ഷോപ്പിൽ കൊടുക്കണ എത്ര വരും ഡിസ്പ്ലേ മാറാൻ? ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 2000 രൂപയൊക്കെ ആവുമായിരിക്കും ഡിസ്പ്ലേ മാറാനായിട്ട്. ഇനി ഒരുവിധം ഷോപ്പിലൊക്കെ അത്രയൊക്കെ ആവുമായിരിക്കും. പിന്നെ റേറ്റ് കുറച്ച് ചെയ്യുന്ന ഷോപ്പുകൾ ഏതെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇനി ഡിസ്പ്ലേയുടെ താഴെ സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ ഇത് പൊളിച്ച് കളയാം. പുറത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ഡിസ്പ്ലേയുടെ അവിടെ ഒരു ബ്ലൂ കളറിലുള്ള സ്റ്റിക്കർ, അതും കൂടെ പൊളിച്ച് കളയണം. അതിനുശേഷം ആ അതിൻ്റെ കണക്ടർ ഡിസ്പ്ലേയിൽ ഒട്ടിച്ച് വെക്കുക. ഇങ്ങനെ അതുപോലെ കറക്റ്റില് ലൊക്കേഷനിൽ പതിയെ ഒട്ടിച്ച് വെക്കുക. ഇനി ഡിസ്പ്ലേ നേരത്തെ എടുത്ത അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ആ കേബിള് അതിൻ്റെ അകത്തൂടെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇത് ഒട്ടിക്കേണ്ടി വരുമോ? അത് ഒട്ടിക്കണം, ഗമ്മ തേക്കണം. ഇതിപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ വെക്കുന്നതാണ്.
കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ടോന്ന് അറിയണ്ടേ. എന്തായാലും ശരിയാക്കി തരാന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ഓണാവെങ്കിലും വേണ്ടേ. എന്തായാലും നോക്കാം. ഓക്കെ, അതവിടെ കണക്ട് ചെയ്തു അല്ലേ? കണക്ടർ കണക്ട് ചെയ്തതിനു ശേഷം ചാർജ് ഇല്ലായിരുന്നു, ചാർജ് ചെയ്തു. ഡിസ്പ്ലേ ചാർജിങ്ങിന്റെ കാണിക്കുന്നുണ്ട്. അതെ, ഓണായി. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്, അതുകൊണ്ട് ഹാങ് ആയി കളിക്കുക. മെമ്മറി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താലേ ശരിയാവും. ഡിസ്പ്ലേ റെഡി ആയിട്ടുണ്ട്. ഡിസ്പ്ലേ റെഡിയായി. ഇനി നമുക്ക് പഴയ ഡിസ്പ്ലേ ഒട്ടിച്ചിരുന്നതിന്റെ ഗമ്മൊക്കെ ഉണ്ട് ഫോണിന്റെ അതില്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഇത് B7000 എന്ന് പറയുന്ന ഈ ഗം ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ഇതാണ് ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് 65 രൂപയുള്ളൂ ഈ ട്യൂബിന്. ഇതിന്റെ ലിങ്ക് നമുക്ക് മുകളിൽ കൊടുക്കാം. ഗമ്മ് നല്ല വൃത്തിയായിട്ട് അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ കറക്റ്റായിട്ട് അതിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര മിനിറ്റ് വേണ്ടി വരും തൊട്ടാൻ? അത് പ്രസ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ വെക്കണം ഒട്ടാനായിട്ട്. ഇത് എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ചെയ്യുക. നമ്മൾ കവറൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇനി നമ്മൾ അഴിച്ചെടുത്ത ഓരോരോ സാധനങ്ങളായിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ആദ്യം ഈ ക്യാമറയുടെ കവറ് ഫിറ്റ് ചെയ്യാം. അഴിച്ചെടുത്ത സ്ക്രൂസ് എല്ലാം തിരിച്ച് അതുപോലെ തന്നെ. പക്ഷെ ഇതിനൊക്കെ സ്ക്രൂ ചെറുതാണ് അല്ലേ? അപ്പൊ ടൂൾസും വേറെ സെപ്പറേറ്റ് തന്നെയാണ്. സർവീസ് ചെയ്യുന്ന ടൂൾസ് കാണും. ടൂൾസ് പ്രോപ്പർ ടൂൾസ് ഒന്നും നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം താഴെ ഇരിക്കുന്ന സ്പീക്കറിന്റെ കവറും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിന്റെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ബാറ്ററിയുടെ കണക്ടറിന്റെ മുകളിൽ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അഴിച്ച ബാക്കിലെ പ്ലാസ്റ്റിക് ബോഡി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഡിസ്പ്ലേ ചുറ്റി നല്ല റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. എത്ര സിമ്പിളാണ് പിന്നെ ഡിസ്പ്ലേ മാറാൻ. ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് മാറാം അല്ലേ? ഇനി എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയാൽ നിങ്ങൾ മാറ്റി തരണേ. അതൊക്കെ മാറാം. ഓക്കെ, അതാ ഡിസ്പ്ലേ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.